അക്കത്ത് കടകളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി ഞാൻ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. രസപ്പൊടിയൊക്കെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെയുള്ള ഈ നമ്മുടെ മൂന്നാറിലെ മിക്ക കടകളിലെയും രസമൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. രസം സാമ്പാറൊക്കെ അടിപൊളിയാണ്. ഇതേ കണ്ടോ, ഇവിടെയൊന്നും ഒരാൾ പോലും ഇല്ല. മറ്റേ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഈ പറഞ്ഞ പോലെ തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് ആരെയും പുറത്ത് കാണാത്തത്. ഞാൻ 6:30 മണിക്ക് ഇതേ മാർക്കറ്റിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. മാർക്കറ്റിലൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ പച്ചക്കറിയുടെ ഹോൾസെയിലും ഒക്കെ ഉണ്ട്. ഈ കടയിൽ നിന്നാണ് ഞാൻ രസപ്പൊടി വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വായൊക്കെ നോക്കി വന്നിട്ട് നേരെ വീണ്ടും ആ കടയിൽ വന്നിട്ട് ഇതേ സേമിയയുടെ ഉപ്പുമാവിൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ചു. വെളുത്തുള്ളിയൊക്കെ കണ്ടോ, നല്ല ഫ്രഷ് വെളുത്തുള്ളിയാണ്. അങ്ങനെ വെളുത്തുള്ളി കുറച്ച് വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടോ. വാങ്ങിച്ച് നേരെ നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെ എനിക്ക് അടിമാലിയിലേ, ഞാൻ സാധാരണ കോതമംഗലം പോകുന്ന നേരെയുള്ള ബസ്സാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് അടിമാലി. എനിക്കിങ്ങനെ കാലൊക്കെ നീട്ടിയിരിക്കണം. ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ കൈയടക്കി അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ ഇരുന്നപ്പോഴാണ് ഡ്രൈവർ വന്ന് പോകുന്നത്. പിന്നെ ഞാൻ അടിമാലിയിൽ ഇറങ്ങിയിട്ടാ. ഇതാണ് അടിമാലിൻ്റെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ അടിമാലി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ നമ്മുടെ കോതമംഗലം പ്രൈവറ്റ് ഇതേ കിടക്കണു ആറുണ്ട്. അങ്ങനെ പ്രൈവറ്റ് ബസ്സിലോട്ട് കയറി. പ്രൈവറ്റ് ബസ്സിൽ കയറി ഇവിടെയും ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ മുഖത്ത് കുറച്ച് വെയിലിൻ്റെ വെട്ടം വന്നത്. ഒരാശ്വാസം, സന്തോഷം. ഇനി പോകുമ്പോൾ മൂന്നാറിൽ പോകുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു ജാക്കറ്റ് എടുത്തുകൊണ്ട് പോകണം. പിന്നെ ഞാൻ ഇതേ കോതമംഗലത്ത് വന്നപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ 2 വീലറും കൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോയത്. എന്നിട്ട് അവിടെ വെച്ച്, അതായത് സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് വെച്ചു. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് കോതമംഗലത്ത് നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് താനിക്ക് ചിക്കനും മീനും അതൊക്കെ വാങ്ങിക്കാൻ കയറി. അതൊക്കെ വാങ്ങിച്ചു. ഒരു പാലൊക്കെ വാങ്ങിച്ചു. എൻ്റെ താനി എന്നെ നോക്കിയിരിക്കുമെന്ന് കരുതി പെട്ടെന്ന് തന്നെ വീടെത്തി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ എഴുതണം കേട്ടോ. ഓക്കെ, ബൈ.